ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള 3 സ്പെഷ്യൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിലേതെങ്കിലുമൊക്കെ ആയിട്ട് പെരുന്നാളിന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്നതും ഞാനിതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യത്തെ തന്നെ നമ്മൾ വീട്ടിൽ കിട്ടുന്ന എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് കാരമൽ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, പഞ്ചസാര കാരമൽ ചെയ്യുമ്പോൾ ആദ്യമേ സ്പൂൺ ഇട്ടിട്ട് ഇടയ്ക്ക് എടുക്കരുത്. ഇതുപോലെ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അപ്പം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ട് വരും. അപ്പം നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് മാത്രം നമ്മൾ ഇതിലേക്ക് സ്പൂണോ തവിയോ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട്. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് മെൽറ്റായി. ഇനി ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ പഞ്ചസാരയുടെ തരിയുണ്ട്, അത് നന്നായിട്ട് പോവണം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ തീ കൂട്ടി വെക്കരുത്. ഒരുപാട് കരിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര നല്ലോണം കയ്പ്പ് വരും. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പം ഇതിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയൊക്കെ മെൽറ്റായി, ഫുള്ളായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാനൊരു 1/2 കപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് ചൂടാക്കാത്ത പാലാണ് കേട്ടോ, തണുത്ത പാലാണ് അങ്ങനെ ഡയറക്റ്റ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ തണുത്ത പാല് ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചസാര മെൽറ്റ് ചെയ്തതൊക്കെ ഇപ്പം നല്ല ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഫ്ലെയിം ഒന്ന് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ അത് നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടാക്കിയിട്ട് പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്, ഒന്ന് വലിഞ്ഞ് വരുന്ന പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരിയും കൂടി ഒന്ന് നമ്മൾ വെക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് മെൽറ്റ് ആവും. ഫുള്ളായിട്ട് മെൽറ്റ് ആയിക്കോളും, അതിന് വലിയ ടെൻഷനൊന്നും ഇല്ല. അപ്പോൾ ഫുള്ളായിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അടിയിൽ നല്ലപോലെ കട്ട പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം ഇതെല്ലാം കൂടി ഒരുമിച്ചായിട്ടുണ്ട്. അടിയിലുള്ളതൊക്കെ ഇളകി പോന്നു, ചെറുതായിട്ട് പാലിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഫുള്ളായിട്ട് മെൽറ്റായി, നല്ല ഒരു എന്താ പറയുക ടോഫിയുടെ ആ ഒരു കളർ വന്നിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ ഈ സമയത്ത്. അപ്പോൾ ഇത്രയും ആയാൽ മതി. ഫുള്ളായിട്ട് പഞ്ചസാര മെൽറ്റായിട്ടുണ്ട്. പിന്നെ ഒരുപാട് നേരം വെക്കണ്ട, ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിൽ വന്നിട്ടുണ്ട്. അതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം അല്ലെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള 2 മുട്ടയാണ് കേട്ടോ. അപ്പോൾ അത് 2 എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി നന്നായിട്ടൊന്ന് സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് കുഞ്ഞു മുട്ടയൊക്കെ ആണെങ്കിൽ 3 മുട്ട എടുക്കേണ്ടി വരും. അപ്പം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കുട്ടീസിനാണെങ്കിലും ഗസ്റ്റ് വരുന്ന സമയത്താണെങ്കിലും ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കാരണം ടേസ്റ്റ് ഗ്യാരണ്ടി ആണ്, എന്തായാലും ഇഷ്ടമാവും. കാരണം ഈ ടോഫി അതുപോലെ എന്താ പറയുക ഒരു കാരമലിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും ഇത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു പാലിലേക്ക് ഇത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മുട്ടയും പാലും കൂടെ ഫുള്ളായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുട്ട എടുക്കുമ്പോൾ അതും റൂം ടെമ്പറേച്ചറിൽ എടുക്കണം, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ചെയ്യരുത്. അപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുള്ളത്. ചെറിയൊരു ടിന്നാണ് കേട്ടോ. കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബൗൾ ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി. ആദ്യം കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യോ ബട്ടറോ എന്തായാലും കുഴപ്പമില്ല. എന്നിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അരിപ്പ വെച്ചിട്ട് തന്നെ ഒഴിക്കണം, കാരണം എന്തെങ്കിലുമൊക്കെ കട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി ചെമ്പിൽ ചെയ്യാം. ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ പാത്രം ഉള്ളത് അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കടായിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു റിങ് ഇട്ടതിന് ശേഷമാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. പിന്നെ ഈ പാത്രം ഞാൻ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അലുമിനിയം ഫോയിൽ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. ഒരു അടപ്പ് വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്തിട്ട് മേലെ വീണ്ടും ഒന്ന് കവർ ചെയ്താൽ മതി. അപ്പോൾ നിർബന്ധമായിട്ടും അടപ്പ് വെച്ചിട്ട് കവർ ചെയ്യണം കേട്ടോ ആ പാത്രം, നമ്മളെ കേക്ക് ടിന്ന്. ഇനി ഇതൊരു 25 തൊട്ട് 30 മിനിറ്റ് വരെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഞാനൊരു 30 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാനിത് തുറക്കുന്നത്.
അപ്പോൾ സെറ്റ് ആയിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് തൊട്ട് നോക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർക്കോ അല്ലെങ്കിൽ കത്തിയോ എന്തെങ്കിലും വെച്ച് വേണമെങ്കിൽ കുത്തി നോക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അടിയിലൊക്കെ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് ഫുള്ള് സെറ്റാണ്. ഇനി നമ്മളിത് ചൂടാറിയതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ ഒരു 4-5 മണിക്കൂർ ഞാനൊന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട്. കുറഞ്ഞത് 2 മണിക്കൂർ തണുപ്പിക്കണം കേട്ടോ, അപ്പോഴാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷമാണ് ഇപ്പം ഞാൻ പുറത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കേണ്ട, ചൂടോടെ കഴിക്കണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ നെയ്യ് വെച്ചിട്ട് എന്താ പറയുക, കേക്ക് ടീന് സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെ ചിലപ്പോൾ തണുക്കുന്ന സമയത്ത് കുറച്ചും കൂട്ടി പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നിക്ക് അടിഭാഗം ഒന്ന് ഗ്യാസിൻ്റെ മേലെ വെച്ച് ചൂടാക്കാം, ഇല്ലെങ്കിൽ ചൂടുവെള്ളത്തിലൊന്ന് ഒരു 10-30 സെക്കൻഡ് ഒന്ന് ഇട്ട് വെച്ചാലും നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. സൈഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ഇളക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ ഇത് കാണാനും, അതുപോലെ തന്നെയാണ് കഴിക്കാനും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ടും നല്ല സിമ്പിളായിട്ടുള്ളൊരു പുഡിങ് തന്നെയാണ് കാണിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഒത്തിരി പേര് ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കാം. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 4 പീസ് ബ്രെഡ് ആണ്. അപ്പൊ ഇതേ ബ്രെഡിന്റെ സൈഡ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യണം നിർബന്ധമില്ല, കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വൈറ്റ് കളറിൽ നമ്മുടെ കുൽഫി പുഡിംഗ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. അപ്പൊ 4 സൈഡും ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സിയിലിട്ട് നല്ലതായിട്ട് പൊടിച്ചെടുക്കുക. നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കില്ലേ, അത് തന്നെ പരിപാടി. അതിനുശേഷം ഒരു 1/2 ലിറ്റർ പാല്, അതിനകത്തോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക. നന്നായിട്ട് അതൊന്ന് ചൂടാവുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ബ്രെഡ് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കോൺഫ്ലോറോ ജെലാറ്റിനോ ചൈന ഗ്രാസ് ഒന്നും ആവശ്യമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നന്നായിട്ട് നമ്മൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പൊക്കെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ മിക്സ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ ബ്രെഡ് ചേർത്തിട്ട് നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും നമ്മൾ ഒരു കുൽഫിയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആണ് ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് ബ്രെഡ് ചേർക്കുന്ന സമയത്ത് തന്നെ കുറച്ച് കൂടുതൽ നട്ട്സ് ഒക്കെ ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. അപ്പൊ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുകി വരണം. അപ്പൊ അതിനു മുമ്പായിട്ട് ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലോടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ കിടില റെസിപ്പീസ് എന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും പോരാ, ഇച്ചിരിയും കൂടെ കുറുകണം, എന്നാലേ നന്നായിട്ട് സെറ്റ് ആയി കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു പരുവം നമ്മൾ താഴോട്ടേക്ക് കളയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വീഴാൻ പാടില്ല. അപ്പൊ ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടില്ല, അല്ലെ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു ട്രേക്കകത്ത് ഒഴിച്ചു കൊടുക്കുക. ട്രേ തന്നെ വേണമെന്നൊന്നുമില്ല, ഒരു ബൗളോ ഒരു പ്ലേറ്റോ എന്തേലും മതി. അത് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വേണം വെക്കാനായിട്ട്. അപ്പൊ ഫ്രീസറിൽ ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു 6 to 7 hours വെക്കുവാണെങ്കിൽ ഇതുപോലെ നല്ല സെറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇനി നമ്മളിത് ഡയറക്റ്റ് നമുക്ക് തിരിച്ചിടാനൊന്നും പറ്റില്ല. അപ്പൊ സൈഡ് നമുക്ക് സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോർക്കോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്ലിയർ ആയിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതേപോലെ നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ സെർവ് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അപ്പൊ ഇനി നമ്മൾ ഓരോ പീസായിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതിന്റെ മേലയിൽ കുറച്ച് പിസ്തയും ബദാമും ഒക്കെ കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഏത് വേണേലും ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള പുഡിംഗ് ആണ്. നമുക്ക് പാർട്ടിയോ അല്ലെങ്കിൽ കുട്ടീസിനോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത റെസിപ്പി എന്ന് പറഞ്ഞാൽ പാർട്ടികളിലൊക്കെ വളരെ ഫേമസ് ആയിട്ട് കാണുന്ന ഗ്ലാസ് പുഡിംഗ് ആണ്, ഇളനീരൊക്കെ വെച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനകത്തോട്ട് നമ്മളൊരു 1/2 കപ്പ് ഇളനീർ വെള്ളം ചേർത്ത് ഒന്ന് കുതിർത്ത് വെക്കണം. നമ്മൾ സാധാരണ പാർട്ടിയിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു പുഡിംഗ് ആണ് കേട്ടോ ഇത്. നിങ്ങൾ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് ഒരു 1/2 മണിക്കൂറോളം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സോസ് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഈ പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് 2 അടുപ്പിലായിട്ട് വേണം ചെയ്യാനോ. ഒരടുപ്പിൽ ഇത് മെൽറ്റ് ചെയ്യുക, ഒരടുപ്പിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ. ഇത് അങ്ങോട്ട് വേറെ അടുപ്പിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. അപ്പോൾ അടുത്ത അടുപ്പിലായിട്ട് നമുക്ക് ചെയ്യേണ്ടത് 2 കപ്പ് ഇളനീർ വെള്ളം ഒന്ന് അളന്നെടുക്കുക എന്നുള്ളതാണ്. കറക്റ്റായിട്ട് അളന്നെടുക്കണം, എന്നാലേ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ 2 കപ്പ് ഇളനീർ വെള്ളം എടുത്തിട്ടുണ്ട്. 250 ml കപ്പാണ്.
അപ്പോൾ അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ മെൽറ്റ് ചെയ്യുക. അതേസമയം വേറൊരു അടുപ്പിൽ നമ്മൾ ചൈന ഗ്രാസും തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ രണ്ടിനും ചൂടുണ്ടാവണം നമ്മളിത് ലാസ്റ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത്. അതിന് വേണ്ടിയിട്ടാണ് 2 അടുപ്പിൽ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റായിട്ടുണ്ട്. ഇത്രയും മതി. ഇപ്പം നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അപ്പത്തെ അടുപ്പിൽ മെൽറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ചൈന ഗ്രാസ് ഇളനീർ വെള്ളത്തിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടും ആ സമയത്ത് ചൂടുണ്ടാവണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടാവരുത് കേട്ടോ ഇളനീരിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് കുറച്ചും കൂടെ ഒന്ന് മെൽറ്റ് ആവാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ സമയത്ത് മെൽറ്റ് ആയിക്കോളും. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ഇതെല്ലാം ഒന്ന് മെൽറ്റായിട്ടുണ്ട്. കുറച്ച് തരികൾ അവിടെ എവിടെയും കിടന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് ഇളനീരിൻ്റെ പീസുകളുണ്ടല്ലോ, കാമ്പ്, അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കാണാനൊരു ഭംഗി ഉണ്ടാവും, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും. അതിനുശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അതിനകത്ത് കൂടെ നമുക്ക് ഈ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അരിപ്പ് വെച്ചിട്ട് തന്നെ ഒഴിക്കുക. കാരണം ചൈന ഗ്രാസിൻ്റെ അതുപോലെ തന്നെ ഇളനീരിൻ്റെയൊക്കെ പീസുകൾ ഉണ്ടാവും. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് അരിപ്പയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് ഇരുന്ന് അങ്ങ് തണുത്തിട്ട് ഉറച്ച് പോവും. അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യണം. ഇപ്പോൾ കണ്ടോ, ഈ ചൈന ഗ്രാസിൻ്റെയൊക്കെ ഇത് മെൽട്ടാവാത്തത് അരിപ്പയിൽ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിതിനെ അങ്ങ് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള ആ ഒരു കാമ്പൊക്കെ ഉണ്ടല്ലോ, അത് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അവിടെ ഇവിടെയൊക്കെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇത് നല്ലോണം ചൂടാറുന്ന സമയത്ത് ഇതുപോലെ സെറ്റായിട്ടുണ്ടാവും. ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഇതുപോലെ സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ എന്നാലും നമ്മളൊരു 2-3 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ സെറ്റായതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് രസം ഉണ്ടാവുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഞാൻ 3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. സാധാരണ നമ്മൾ എല്ലാ പാർട്ടിയിലും കാണുന്നൊരു പുഡിങ് കൂടിയാണ്. പക്ഷേ ഇത്രയും സിമ്പിളാണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദിയാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്